എനിക്ക് പാർട്ടി പ്രവർത്തകന്മാരോട് സഹകരിക്കാനും പ്രവർത്തിക്കാനും സഹവർത്തിത്വം പുലർത്താനും ഒക്കെ എനിക്ക് പാർട്ടിയുടെ നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ പാർട്ടി കമ്മിറ്റിയുടെയോ എന്തെങ്കിലും പിന്തുണ എനിക്ക് ആവശ്യമില്ല. അതെ, അത് രാഹുൽ ഗാന്ധിയോടല്ലേ ചോദിക്കണ്ട, എന്നോട് ചോദിച്ചാൽ അതിന് മറുപടി കിട്ടുമോ? എന്തുറപ്പ്? പാർട്ടിയിൽ കെ സുധാകരന് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം പ്രവർത്തകർക്കിടയിലുണ്ട്. പാർട്ടിയിൽ എങ്ങനെയായിരിക്കും തുടർന്ന് അങ്ങോട്ട്? പാർട്ടിയിൽ അങ്ങോട്ട് തുടരേണ്ടത് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ്. അങ്ങനെ ഒരു നേതൃത്വം ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. എനിക്ക് അതിനുള്ള ഒരു സഹായങ്ങളൊക്കെ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് എപ്പോഴാണ് പ്രാവർത്തികമാക്കുന്നതെന്ന് എനിക്കറിയില്ല. പ്രാവർത്തികമാക്കിയാൽ സന്തോഷം, പ്രാവർത്തികമാക്കിയില്ലെങ്കിലും എനിക്കൊരു സന്തോഷക്കുറവില്ല. ഞാൻ ഒന്നുമില്ലെങ്കിലും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. അത് പോയി നാട്ടിൽ പോയി പ്രവർത്തിക്കാൻ എനിക്ക് വേറെ ആയുധങ്ങളൊന്നും വേണ്ട. ഞാൻ പോവും, പ്രവർത്തകരോടൊപ്പം ഒട്ടിനിൽക്കും, ഞാൻ പ്രവർത്തിച്ച് പാർട്ടിക്ക് കരുത്തു പകരും. ഞാൻ ഒന്ന് രണ്ടാളെ പേരുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, ഇനിയത് ആവർത്തിക്കണ്ട. ഈ മുഖ്യമന്ത്രി ചർച്ച അങ്ങാണ് തുടക്കമിട്ടത്. ഇന്നത്തെ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആവശ്യം മുന്നോട്ട് വെച്ചു? എന്റെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുമില്ല, എന്റെ ഒരു ആവശ്യം അവർ അംഗീകരിച്ചിട്ടുമില്ല. അതൊക്കെ പറയുമ്പോൾ സ്വാർത്ഥപരമായ ചർച്ചയായി പോകില്ലേ? ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് സത്യസന്ധമായിട്ട് പറയുന്നു, ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് പാർട്ടി പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും. എനിക്ക് പാർട്ടി പ്രവർത്തകന്മാരോട് സഹകരിക്കാനും പ്രവർത്തിക്കാനും സഹവർത്തിത്വം പുലർത്താനും ഒക്കെ എനിക്ക് പാർട്ടിയുടെ നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ പാർട്ടി കമ്മിറ്റിയുടെയോ എന്തെങ്കിലും പിന്തുണ എനിക്ക് ആവശ്യമില്ല. കാരണം ഞാൻ അവരും തമ്മിൽ പ്രവർത്തകന്മാരും തമ്മിൽ ആ രീതിയിലുള്ള ബന്ധമാണ്. ആ ബന്ധം വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ കണ്ണൂരിൽ മത്സരിക്കണമെന്ന ആവശ്യം വേണ്ടെന്ന് വെക്കാൻ എടുത്ത തീരുമാനം, അതിന്റെ കാരണം എന്താ? കണ്ണൂരിൽ മത്സരിക്കാണ്ടെന്ന് തീരുമാനമെടുക്കാൻ കാരണം എന്താ? അത് പാർട്ടി ആവശ്യപ്പെട്ടത് കൊണ്ട് മത്സരിച്ചില്ല, അത്രേ. ഞാൻ പാർട്ടിക്ക് വിധേയനല്ലേ? ഞാനത് പലപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമല്ലേ? നിങ്ങൾ എന്തിനാ പിന്നെ വീണ്ടും കൊണ്ട് ചോദിപ്പിക്കുന്നു? അങ്ങനെ മാറി നിന്നപ്പോൾ പാർട്ടി എന്തെങ്കിലും ഉറപ്പ് നൽകിയോ? ഈ മാറി നിന്നപ്പോൾ പാർട്ടി എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ? ഉറപ്പെന്തിനാ? രാഷ്ട്രീയത്തിൽ എന്ത് ഉറപ്പ്? എന്ത് ഉറപ്പാ തരേണ്ടത്? അവര് ഒരു ഉറപ്പ് തരാൻ. ഈ മുഖ്യമന്ത്രി സ്ഥാനം ചെന്നിത്തലയ്ക്ക് നൽകണമെന്നുള്ള ചർച്ച തുടക്കമിട്ട താങ്കളാണ്. അപ്പോൾ ഞാൻ തുടക്കമിട്ടതല്ല, അതിന്റെ അർഹതപ്പെട്ട ഒരു സീനിയർ പൊളിറ്റീഷ്യൻ, കോൺഗ്രസിന്റെ പൊളിറ്റീഷ്യൻ, ഒരു സീനിയർ നേതാവ്, അതിലൊരാളെ ചൂണ്ടിക്കാട്ടി എന്നേ ഉള്ളൂ. ഞാൻ ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എന്റെ കൂട്ടുകാർ മതി എന്ന് പറയുന്നിടക്ക് നിർത്തിക്കോട്ടെ. കെ സുധാകരൻ ഭയങ്കര ഹാപ്പി ആയിട്ടും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത്, അതിന്റെ കാരണം എന്താ? അതെന്റെ ആത്മവിശ്വാസം, എന്റെ മനക്കരുത്ത്. ഈ കൂടിക്കാഴ്ചക്ക് ശേഷം അത് കൂടി? അങ്ങനെ ഇല്ല, കൂടിയിട്ടൊന്നുമില്ല. നേരത്തെ ഉള്ളത് ഇപ്പൊ എന്റെ ശരീരത്തിൽ ഇപ്പൊ ഉള്ളൂ. നമ്മൾ ഈ പാർട്ടിയിൽ സ്ഥാനങ്ങൾ പാർട്ടി എന്ത് തന്നാലും ഏറ്റെടുക്കുമെന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ പാർട്ടിയിലെ അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അങ്ങയുടെ കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള അങ്ങയുടെ അനുയായികളുമാണ്. അപ്പോൾ അവരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ആവശ്യപ്പെടണമെന്നോ ചോദിച്ചു? അവരൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഞാനും ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ന് സ്ഥാനം വേണമെന്നോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. സംഘടനാപരമായിട്ടോ ഒന്നുമില്ല. ഓക്കെ. മാധ്യമ